അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വഴുതനങ്ങയെ കൊണ്ടൊരു മീൻ കൂട്ടാൻ പോലെ ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. പെട്ടെന്ന് ഉണ്ടാക്കണം, ഒരു വഴിക്ക് പോവാണ്ട്. വഴി ഞാൻ വഴിയാലെ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പോൾ പറയില്ല. എൻ്റെ മണി ഉലുവ ഇട്ടെടുത്തു. പൊട്ടി വരട്ടെ. ഇപ്പോൾ മീൻ കറി കൂട്ടാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് വഴുതനങ്ങ ഇട്ടിട്ടൊരു മീൻ കറി ഉണ്ടാക്കാം. മാങ്ങ ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് മാങ്ങ, തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അതിലുണ്ട്. ഒന്നിച്ച് മുറിച്ചിട്ടിക്കുക കേട്ടോ. മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതെല്ലാം വളർത്തും. സിമ്പിൾ പരിപാടിയാണ്, നല്ല ടേസ്റ്റാട്ടോ. അത് മാങ്ങയും കൂടി അതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല രസമാണ്. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടോ. നല്ലോണം വയന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് വാടുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നീളത്തിൽ മുറിച്ച വഴുതനങ്ങ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇതൊന്ന് കിടന്നൊന്ന് വാടട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് ആവി കയറിക്കോട്ടെ. ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി. കണക്ക് പറയാൻ പറ്റില്ല, കാരണം അത്ര എരിവുള്ള മുളകാണ്. നമുക്കൊരു മെഴുക്ക് പുരട്ടീൻ്റെ രൂപത്തിൽ ഇങ്ങനെയും വേണമെങ്കിൽ ഇത് കഴിക്കട്ടോ. വേവിച്ചെടുത്തിട്ട് മാങ്ങ ഇടണ്ടെന്ന് വെച്ചാൽ മതി. ഉപ്പിട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒപ്പം തന്നെ ഒഴിച്ചുകൊണ്ട്, കാരണം ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് തന്നെ ഇത് വെന്ത് വരും. എല്ലാത്തിനും വേവ് കുറവാണല്ലോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, വെന്ത് ഉടയരുത്. ഒന്നും ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കിതിൽ തേങ്ങ ഒഴിച്ച് വരാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കണം. ഇതാ തേങ്ങ, 1/2 മുറി തേങ്ങ ഉണ്ടിട്ടോ. അതിലേക്ക് ഒരു നുള്ളു ജീരകം ഇട്ടിട്ട്, നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ ഒഴിക്കാം കേട്ടോ. കുറച്ചുകൂടി ഉപ്പിട്ടേ. അപ്പം നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ മീൻ കറി കേട്ടോ. അത്ര മതി കേട്ടോ. കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണുണ്ടല്ലേ, വെന്തിട്ടുമുണ്ട്. ഇതിന് ഉച്ച ആകുമ്പോഴത്തേനും, നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേനും ഇതിൻ്റെ മാങ്ങേൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി
നല്ല അടിപൊളി ടേസ്റ്റ്. ഇപ്പം തന്നെ നല്ല വാസനയൊക്കെ ആട്ടോ ഇതിന്. എന്ത് ടേസ്റ്റാണെന്നറിയോ, പറയാൻ വയ്യ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടായിട്ടാണോ ആരും ലൈക്ക് അടിക്കാത്തത്? എനിക്ക് സങ്കടമൊക്കെ വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം.